ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഒരു തെലുഗു ക്രൈം ത്രില്ലർ മിസ്റ്ററി കഥയാണ്. ഈ കഥയുടെ പേര് നിന്ദ. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവിക്കുന്നത്. പിന്നീട് പതിയെ ഓരോ ട്വിസ്റ്റ് റിവീൽ ആവും. എന്നാൽ അവസാനമാകുമ്പോൾ ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത കിടിലൻ എൻഡിങ്ങോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുക. കഥയെക്കുറിച്ച് അധികമൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കളയുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾ കാണാനായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. ഈ കഥയുടെ ആരംഭത്തിൽ ഒരു റിട്ടയർഡ് ജഡ്ജിനെയാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് സത്യ. കുറച്ച് നാൾ മുൻപ് വരെ ജഡ്ജായിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇതുവരെ ഡീൽ ചെയ്ത എല്ലാ കേസുകളും ശരിക്ക് പഠിച്ച് കുറ്റവാളിയാണെന്ന് 100% ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ ജഡ്ജ് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്തോ ഒരു സങ്കടത്തില് ആരോടോ പറയുന്നുണ്ട്, ഞാൻ കരുതിയ പോലെ ഒരു കൊലക്കേസിൽ മാത്രം കുറ്റവാളി എനിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അവനാ ശിക്ഷ വിധിച്ച ശേഷം റിട്ടയർഡ് ആയ ശേഷമാണ് ആ കേസ് ശരിക്കും ഞാൻ ഒന്നുകൂടി പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാതെ കുറ്റബോധമുണ്ട്. ഏത് കേസിനെ കുറിച്ചാണ് ആർക്കാണ് ശിക്ഷ വാങ്ങിക്കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത സീനില് അർദ്ധരാത്രിയായപ്പോൾ ഒരു ഇന്നോവയിലെ കാടിന്റെ ഏരിയയിലൂടെ ഒറ്റപ്പെട്ട ഒരു ബിൽഡിങ്ങിന്റെ ഏരിയയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് കുറേയധികം ആളുകൾ പുറത്തേക്ക് ഇറക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇരുട്ട് റൂമിൽ പെട്ടെന്ന് ലൈറ്റ് വരികയാണ്. ഒരാള് മയക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. ഇവന്റെ പേരാണ് ചാന്തി. അവനെയാണെങ്കിൽ ആ ഒരു ചെയറിൽ കെട്ടി ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ചാന്തി അവനൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ ഇപ്പോ തന്നെ ബന്ധിച്ചിട്ടുള്ളത്? അല്ല, ഞാനിത് എവിടെയാ? ആരാ ഇവിടെ ഉള്ളേ? ആരെങ്കിലും വേറെ ഉണ്ടോ? അപ്പോഴാണ് ചാന്തിയെ പോലെ തന്നെ അതേ റൂമിൽ വേറൊരാളെ കെട്ടിവെച്ചിട്ടുണ്ട്. അയാൾക്ക് ബോധം വരുന്നത്. ഇങ്ങേരുടെ പേര് കൃഷ്ണകാന്ത് എന്നാണ്. നമുക്ക് ഇയാളെ കൃഷ്ണ എന്ന് വിളിക്കാം. അപ്പോ ചാന്തി, നിങ്ങൾ ആരാ? നിങ്ങൾ ഇങ്ങോട്ട് എത്തിയ? എനിക്കറിയില്ല. ഞാനൊരു ലോയറാണ്. ആരെങ്കിലും ഞങ്ങൾ രക്ഷിക്കുന്നത്. അവർ രണ്ടുപേരും അലറി വിളിക്കുമ്പോ പെട്ടെന്ന് വേറൊരാള് മയക്കത്തിൽ എഴുന്നേൽക്കാണ്. അയാളെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങേരുടെ പേരാണ് അമർ. അപ്പോ അമറിനോട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. അല്ല, ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? എന്തിനാ കെട്ടിവെച്ചിട്ടില്ലേ? അപ്പോഴാണ് വേറൊരാള് മയക്കത്തിൽ എഴുന്നേൽക്കുന്നത്. ഇവന്റെ പേരാണ് ലക്ഷ്മിപതി. അപ്പൊ അവനും എന്റെ പേര് ലക്ഷ്മിപതി എന്നാ. നിങ്ങൾ ആരൊക്കെയാ? ലക്ഷ്മിയുടെ സൗണ്ട് കേട്ടപ്പോ നമ്മുടെ ചാന്തിക്ക് അവന് മനസ്സിലായിട്ടുണ്ട്. അല്ല ലക്ഷ്മി, ഞാൻ ചാന്തിയടാ. നീ എങ്ങനെ ഇവിടെ എത്തിയേ? നിന്നെ പോലെ തന്നെ എനിക്കും അറിയില്ലടാ എന്താ ഇവിടെ സംഭവിക്കുന്നേ. അങ്ങനെ അവർക്കൊന്നും മനസ്സിലാവാതെ അങ്ങോട്ട് സംസാരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് വേറെ കുറച്ച് പ്രായമുള്ള ഒരാൾ എഴുന്നേൽക്കാണ്. ഇങ്ങേരുടെ പേര് ചന്ദ്രശേഖർ. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടറാണ്. എന്താ ഞങ്ങൾക്ക് സംഭവിക്കുന്നേ? അപ്പോഴാണ് വേറെ ഒരാള് വളരെ റൂഡായിട്ട് എഴുന്നേറ്റിട്ട്, ആരാടാ നിങ്ങളൊക്കെ? അവരോരോരുത്തര് അവരെ പരിചയപ്പെടുത്തുമ്പോ, ഞാൻ ഈ നാട്ടിലെ SI യാ. എന്റെ പേര് പ്രകാശ് എന്നാണ്. അവര് ഓരോരുത്തരുടെ ശരീരത്തിലെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ 6 പേരില്ലേ. ഇവർ 6 പേരും അവസാനം ഉറങ്ങാൻ കിടന്നത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. കണ്ണ് തുറന്നു നോക്കുമ്പോ ഏതോ ഒരു അജ്ഞാത സ്ഥലത്ത് അവരെ ബന്ധിച്ച അവസ്ഥയിലാണ്. ആരോ ഇവരെ മയക്കി ഇങ്ങോട്ട് തട്ടിക്കൊണ്ടു വന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ എന്തിനാണ്, ആരായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആ കൂട്ടത്തിലെ ക്ലീൻ ഷേവ് വക്കീൽ കൃഷ്ണയിലെ അങ്ങേർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോ ഡോക്ടർ, അതുപോലെ SI, എഞ്ചിനീയർ, അങ്ങനെ പല ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നതിന് പിന്നിലെ എന്തോ ഒരു രഹസ്യം അല്ലെങ്കിൽ റിയൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അപ്പോൾ അമർ, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യാം. അങ്ങനെ അവനിലെ ആ ഒരു ചെയർ തള്ളി താഴെയിട്ടിട്ട് എഴഞ്ഞെഴഞ്ഞ് നമ്മുടെ ലക്ഷ്മിപതിയില്ലേ അവന്റെ ചെയറിലെ ആ ഒരു കെട്ട് വായ കൊണ്ട് കടിച്ച് അയക്കാൻ നോക്കാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് അവസാനം ആ ഒരു കയറ് അഴിഞ്ഞു വന്നപ്പോ അതിനുള്ളിൽ കുറച്ച് ഗാർഡ്സ് ഇല്ലേ ആ ഒരു റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവരെ കണ്ടപ്പോ അവരോരോരുത്തരും വല്ലാതെ വിറച്ചു നിൽക്കാണ്. ഗാർഡ്സ് കൂടുതലൊന്നും പറയാതെ ആ ഒരു അയച്ച് കെട്ടില്ലേ അത് വീണ്ടും ടൈറ്റായി കെട്ടിയിട്ട് ആ ഒരു ചെയറിൽ രണ്ടുപേരും ഇരുത്താണ്. എന്നാൽ വന്ന ഓരോ ഗാർഡ്സിന്റെ കയ്യിലും വലിയ ഗണ്ണുകളുണ്ട്. അത് കണ്ടപ്പോ അവർക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിയുടെ മുട്ടൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം രക്ഷപ്പെടാനായിട്ട് അവരാ കയറഴിക്കാൻ ശ്രമിച്ചില്ലേ. ഇനിയിപ്പോ അവര് ഷൂട്ട് ചെയ്താലോ? എന്നാൽ ആ ഗാർഡ്സ് ഒന്നും ചെയ്തില്ല. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴാണ് അവര് ചുറ്റിലും നോക്കുന്നത്. അപ്പോൾ ആ റൂമില് പല സ്ഥലത്ത് CCTV കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് ആരോ നമ്മളെ വ്യക്തമായിട്ട് ഓരോ സെക്കൻഡും വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കയറയച്ചപ്പോൾ തന്നെ അവർ പാഞ്ഞെത്തിയത്. അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, എനിക്ക് വല്ലാതെ യൂറിൻ പാസ് ചെയ്യാൻ വിട്ടുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഗാർഡ്സില്ലേ പതിയെ വന്നിട്ട് അവന്റെ കെട്ടയച്ചു കൊടുക്കാണ്. അങ്ങനെ ലക്ഷ്മി സമാധാനത്തില് ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഗാർഡ്സ് അവരെ 6 പേരെയും വേറെ ഒരു ഇന്റർഗേഷൻ റൂം പോലെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് അതേ ചെയറിൽ കെട്ടി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ആദ്യമായിട്ട് അവർ ഓരോരുത്തരും അവരുടെ മുഖമൊക്കെ നേരിട്ട് ഓപ്പോസിറ്റ് കാണുന്നത്. അവര് ചോദിക്കുന്നുണ്ട്, നമ്മളെ 6 പേരെയും ആരായിരിക്കും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട്
ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടുണ്ടാവുക? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. അവളെ പരിചയപ്പെടുത്താണ്. എന്റെ പേര് ജാൻവി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നതാ. അങ്ങനെ ഓരോരുത്തർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഡോക്ടറിന്, അതുപോലെ നമ്മുടെ ഇൻസ്പെക്ടറിന്, ഓരോ ആളുകൾക്കും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ടാബ്ലറ്റ്സും കറക്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, അല്ല ഞങ്ങൾക്കിങ്ങനെ അസുഖമുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതിന്റെ ടാബ്ലറ്റ് ഒക്കെ കറക്റ്റ് എങ്ങനെയാ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യം അറിയാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ജാൻവി, എല്ലാ കാര്യം അറിയാന്ന്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമില്ലാതെ വെറുതെ ആരും ഇതിൽ മെനക്കെടില്ലല്ലോ. ആദ്യം ഭക്ഷണവും ഈ മരുന്നും കഴിക്കും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ കാലിഫിൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയെങ്കിലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നേ? അപ്പൊ ജാൻവി, അത് പറയേണ്ട ആള് ഞാനല്ല. അതിനെക്കുറിച്ച് പറയേണ്ട ആള് സമയമാകുമ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞോളൂ. എന്നാല് അവരാർക്കും ഇവളിപ്പോ ആരെക്കുറിച്ചാ പറയുന്നേ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നേ ഒന്നും അറിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മാസ്ക് ധരിച്ച അജ്ഞാതനില്ലേ ഒരു മൈക്കിലൂടെ അവരോട് സംസാരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ മാത്രം പറയാം. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ 20 സെക്കൻഡ് ഞാൻ തരും. ഇനിയിപ്പോ ആ ഒരു ടൈമില് നിങ്ങൾ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തള്ളിളക്കിയാലേ നിങ്ങൾ 6 പേരിലെ ഏതെങ്കിലും ഒരു തന്നെ ഞാനങ്ങ് തീർക്കും. ഒന്നുകിൽ പറയുന്നത് നോണയാണെന്ന് തിരിച്ചറിഞ്ഞ അവനായിരിക്കും, അതല്ലെങ്കിൽ വേറെ ഒരുത്തൻ. അപ്പോ റൂള് ബ്രേക്ക് ചെയ്യണ്ട. അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾ ആരാ? എന്തിനാ ഞങ്ങളെ വെച്ച് ഗെയിം കളിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടേ? എന്നാല് ആ ഒരു അജ്ഞാതനാണെങ്കിൽ വെറുതെ അലറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ റൂൾ അനുസരിച്ചിട്ട് ഗെയിം കളിക്കല്ലേ, അവർക്കും വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവസാനം അജ്ഞാതം പറഞ്ഞതിനെ അവര് സമ്മതിക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും നേരെ മുമ്പിൽ ഒരു വലിയ സ്ക്രീനില്ലേ, അതിൽ ഞാൻ ചില വിഷ്വൽസ് കാണിക്കാം. അതിന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി പറയാം. അപ്പോഴാണ് ആ ഒരു സ്ക്രീനിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വരുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ പേര് മഞ്ജു എന്നാണ്. മഞ്ജുവിനെ കണ്ടപ്പോ അവര് ഓരോരുത്തരും ഇല്ലേ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. അതായത് മഞ്ജുവിനെ ഇവരിൽ പലർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് ആ ഒരു സ്ക്രീനിൽ ഒരു പത്രത്തിൽ വന്ന ന്യൂസ് കാണുകയാണ്. അതായത് കുറച്ചു നാൾ മുൻപ് ബാലരാജ് എന്ന ഒരാള് മഞ്ജുവിനെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. അപ്പോ ബാലരാജിനെ നമുക്ക് ബാല എന്ന് വിളിക്കാം. അപ്പൊ അജ്ഞാതൻ, നിങ്ങളിൽ 6 പേർക്കും മഞ്ജു മരണപ്പെട്ട റേപ്പ് കേസിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയാലോ. എന്നാൽ പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ ഓരോരുത്തരും ഇല്ലേ ആ ഒരു കേസിനെ കുറിച്ച് എന്തോ ടെൻഷനായിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ പോലെ ശിക്ഷ ഏറ്റുവാങ്ങിക്കോ. അതേ സമയത്ത് മുഖംമൂടി അണിഞ്ഞ ഒരു കൂട്ടാളിയില്ലേ കയ്യില് ഗണ്ണുമായിട്ട് വന്നിട്ട് അവരിൽ ഒരാളുടെ നേരേക്ക് ഷൂട്ട് ചെയ്യാണ്. എന്നാല് ഭാഗ്യത്തിന് ആ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വന്നില്ല. അപ്പോ അടുത്ത ഒരാളുടെ നേരേക്ക് ആ ഒരു ഗണ്ണ് പോയിന്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോ ബുള്ളറ്റ് പുറത്തു വരുന്നുണ്ട്, അവൻ മരണപ്പെടുന്നുണ്ട്. അതായത് എഞ്ചിനീയർ അമറില്ലേ അവനാണ് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയത്. ആ കാഴ്ച കണ്ടിട്ട് എല്ലാരും വല്ലാതെ ഭയന്നു പോണ്. അല്ല, ശരിക്ക് അവനെ നിങ്ങൾ കൊന്നുകളഞ്ഞോ? ഇത് ഇത്രത്തോളം സീരിയസ് ആയിരുന്നോ? അങ്ങനെ അമർ കൊല്ലപ്പെട്ടില്ലേ? ഇനിയിപ്പോ അവൻ മറുപടി പറയാൻ പോകുന്നില്ല. അങ്ങനെ അവന്റെ ബോഡിയിലെ അവിടെ നിന്ന് നീക്കം ചെയ്യാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ എല്ലാ ആളുകളും വല്ലാതെ വിറച്ച് തരിച്ചിരിക്കുകയാണ്. അപ്പോ ആ ഒരു അജ്ഞാതൻ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾക്കറിയുന്ന സത്യങ്ങള് തുറന്ന് പറയുന്നില്ലെന്നല്ലേ? അപ്പോ ചാന്തി പറയുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോ ചാന്തി ചോദ്യം ചെയ്യാനായിട്ട് മറ്റൊരു റൂമിലേക്ക് മാറ്റാണ്. അപ്പൊ അജ്ഞാതൻ, ഇനി നിനക്കറിയുന്ന എല്ലാ കാര്യവും വ്യക്തമായിട്ട് തുറന്നു പറ. ഞാൻ ഒരു കർഷകനാണ്. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് വയലിൽ രാത്രി കിടന്നുറങ്ങിയിരുന്നു. കുറച്ച് നൈറ്റ് ആയപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് വയലരികിലായിട്ട് മഞ്ജുവിന്റെ ബോഡി ഞാൻ കാണുന്നത്. അവളുടെ കഴുത്തിലുള്ള മുറിവ് കണ്ടപ്പോൾ ആരോ കത്തി വെച്ചിട്ട് അവളെ വെട്ടി കൊലപ്പെടുത്തിയതാണെന്നും അവള് മരണപ്പെട്ട് പോയിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താമസിപ്പിക്കാതെ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. അപ്പൊ അജ്ഞാതൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അപ്പോ നീ രാത്രി എഴുന്നേറ്റ് വരുമ്പോ കണ്ടതാ? അല്ലാതെ മഞ്ജുവിനെ ബാലരാജ് ഒരു കത്തി വെച്ച് വെട്ടി കൊലപ്പെടുത്തുന്നത് നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ താൻ പോലീസിനോട് നേരിട്ട് കണ്ടുവന്ന് കള്ള സാക്ഷി പറഞ്ഞ്? അപ്പോ അവനൊന്നും പറയാൻ പറ്റാതെ തരിച്ചു നിൽക്കുമ്പോ പറഞ്ഞത് എന്തായാലും പറഞ്ഞു. ഇപ്പോ നീ പറഞ്ഞതെങ്കിലും സത്യമാണോ? അതെ, ഞാനിപ്പോ പറഞ്ഞത് 100% സത്യം. എന്തായാലും കൺമുമ്പില് ഒരാൾ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് അവൻ നുണ പറയാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ തിരിച്ച് അവരുണ്ടായിരുന്ന ഇന്റർഗേഷൻ റൂമിലേക്ക് വരുമ്പോ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്നോട് എന്താ ചോദിച്ചേ? നീ എന്താ മറുപടി പറഞ്ഞേ? അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റെ ഉള്ളിലുണ്ടായിരുന്ന സത്യം പറഞ്ഞ്, അല്ലാതെ എന്ത് ചോദ്യമാണ് എന്ത് ഉത്തര പറഞ്ഞെന്ന് പറയുന്നില്ല. അങ്ങനെ അടുത്തതായിട്ട് അജ്ഞാതൻ ചോദിക്കുന്നുണ്ട്, ഇനി അടുത്തത് ആരാ പറയാൻ പോകുന്നത്? അപ്പോ വക്കീല് കൃഷ്ണയില്ലേ
അങ്ങേര് ഞാൻ പറയാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വക്കീല്, നിങ്ങൾ എന്നെക്കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിച്ചാൽ അറിയാം, ഇതുവരെയായിട്ടും ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള കേസ് ഡീൽ ചെയ്തിട്ടേ ഇല്ല. നേരെയുള്ള കേസുകൾ മാത്രമേ ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ. ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ബാലരാജാണെന്ന് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ആ ഒരു കേസ് ഞാൻ ഏറ്റെടുത്തതും ആ ഒരു കുറ്റം ചെയ്തെന്നുള്ള ഏകദേശം തെളിവുകൾ ശേഖരിച്ചിട്ട് അവന് ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തതും. അങ്ങനെ നമ്മുടെ വക്കീലിനെ പറഞ്ഞേക്കാണ്. അടുത്തതായിട്ട് ലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അന്ന് എന്താണ് കണ്ടത് ആ ഒരു കാര്യം പറയാണ്. അതായത് ഒരു ദിവസം ഞാൻ വയലരികിലൂടെ എന്റെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദൂരമായിട്ട് മഞ്ജു എന്ന ആ പെൺകുട്ടിയോട് ബാലരാജ് കുറച്ച് മോശമായിട്ട് പെരുമാറുന്ന പോലെ കാണുന്നത്. എന്നാൽ മഞ്ജുവിന് എന്തോ തീരെ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ എസ് ആണ് വരുന്നത്. അപ്പോ അജ്ഞാതൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നിങ്ങളുടെ ജോലി വളരെ നേരോടും നെറിയോടുമാണ് ചെയ്തത്. ഞാൻ ശരിക്ക് സത്യസന്ധതയോടുകൂടി അന്വേഷിച്ചാണ് ആ ഒരു കേസ് തെളിയിക്കാൻ കൂട്ടുന്നത്. എനിക്ക് എവിടെയും തെറ്റുപറ്റിട്ടില്ല. കൊലയാളി അത് ബാലരാജ് തന്നെയാണ്. അപ്പൊ അജ്ഞാതൻ, അല്ല സാറേ, നിങ്ങൾ ഇടക്കിടക്ക് ഗ്രാമത്തിലെ തലവന്റെ വീട്ടിലേക്ക് പോകാറുണ്ടല്ലോ, എന്തിനാ പോകുന്നത്? എന്തിനാന്ന് ചോദിച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങേര് ഗ്രാമത്തലവനല്ലേ, അപ്പോൾ അങ്ങേരുമായിട്ട് ഒരു നല്ല റിലേഷൻ എനിക്കുണ്ട്. ഇടക്കിടക്ക് അയാൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ അങ്ങേരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഒരു നെറുകേടും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ ശേഖർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ അജ്ഞാതൻ, അപ്പോൾ ഡോക്ടർ പറ, ഈ ഒരു കേസുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ടെ? അത് ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോ അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്. അപ്പോൾ ജെനുവിനായിട്ട് എന്ത് റിസൾട്ടാണോ എനിക്ക് മനസ്സിലായത് അത് ഞാൻ റിപ്പോർട്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. കാരണം അന്ന് കൊല്ലപ്പെട്ട മഞ്ജു എന്ന ആ പെൺകുട്ടിയുടെ പ്രായത്തിൽ തന്നെ എനിക്കൊരു പെൺകുട്ടിയുള്ളതാ. അപ്പോൾ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാനായിട്ട് ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ശരിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ബാലരാജ് തന്റെ മകനുമായിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഇൻസ്പെക്ടറില്ലേ ബാലരാജിനോട്, അപ്പോൾ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകല്ലേ, ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അപ്പോൾ ബാല, അല്ല എന്തിനാ സാറേ, നിന്റെ അഭിനയൊക്കെ കയ്യിൽ വെച്ചാൽ മതി, സ്റ്റേഷനിലേക്ക് നടക്കടാ. അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ പുറത്ത് നടക്കുന്ന കാര്യമൊന്നും ബാലയുടെ മകള് സുധ അറിയില്ല. അപ്പോഴാണ് അച്ഛനെ പിടിച്ചുവലിച്ച് കൊണ്ടുവന്ന് കാണുന്നത്. അല്ല, അച്ഛൻ എന്തിനാ അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ സുധ പറയുന്നതും കേൾക്കാതെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതേ സമയത്ത് നമ്മുടെ ഡോക്ടറില്ലേ മഞ്ജു എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ട് അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വന്നപ്പോൾ അവളുടെ മുഖം കണ്ടിട്ട് ഡോക്ടർ വല്ലാതെ തകർന്നു പോയിരുന്നു. കാരണം നമ്മുടെ ഡോക്ടറിനും ഇതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് അവളെ ഓർത്തുപോയതാണ്. അവളിൽ എന്റെ മോളെ ഞാൻ കണ്ടേ, എന്റെ അടുത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ അജ്ഞാതൻ, നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ റൂമിലേക്ക് ഒരു പുതിയ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ കൂടി വരാൻ പോവാണ്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് പുതുതായിട്ട് ഒരാൾ വരികയാണ്. ഇവന്റെ പേര് ദിവാകരൻ എന്നാണ്. എന്നാൽ അവനാണെങ്കിൽ ആ റൂമിൽ എന്താണ് സംഭവിക്കുന്നത് അവരിലെ ചില ആളുകളെ അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരോരോരുത്തരും ദിവാകരനോട് എന്താണ് അവിടെ നടക്കുന്നത് എല്ലാ കാര്യവും പറയാണ്. അപ്പോഴാണ് നമ്മുടെ എസ് ഐയെ കണ്ടപ്പോൾ ദിവാകരൻ പരിചയമുണ്ട്. കാരണം കുറച്ച് നാൾ മുമ്പ് ആ ഒരു പെൺകുട്ടി മഞ്ജു കൊല്ലപ്പെട്ടില്ലേ, ആ നാട്ടില് നമ്മുടെ ദിവാകരും ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എസ് ഐക്കില്ലേ നെഞ്ചുവേദന വരുന്നത്. അതായത് എസ് ഐക്ക് ഹാർട്ടിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്ന ജാൻവിയില്ലേ അതിനുള്ള ടാബ്ലറ്റ് കൊടുക്കാണ്. ആ മരുന്നെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നമൊക്കെ നോർമൽ ആവുന്നുണ്ട്. അങ്ങനെ ജാൻവി അവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അജ്ഞാതനില്ലേ അവരോട് വിളിച്ച് പറയുന്നുണ്ട് ദിവാകരനോട് ഉള്ളിലേക്ക് വരാൻ പറ. അങ്ങനെ ഉള്ളിലെത്തിയപ്പോ അപ്പോൾ ദിവാകരെ, നീ പറ, ആ ഒരു മഞ്ജു കൊല്ലപ്പെട്ടില്ലേ ആ ഒരു കേസിനെ കുറിച്ച് നിനക്കറിയുന്ന എല്ലാ കാര്യം പുറത്തു വരട്ടെ. അതായത് നമ്മുടെ ദിവാകര് ബാലരാജിന്റെയും മഞ്ജുവിന്റെയും നാട്ടില് കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അത് മാത്രല്ല ബാലരാജിന്റെ ഒരു നല്ല ഫ്രണ്ടും ആയിരുന്നു. അപ്പോൾ ദിവാകറിലെ ചില ഫ്ലാഷ് ബാക്ക് പറയാണ്. ഒരിക്കൽ ഞാൻ കണ്ടതാണ്. അതായത് ബാലരാജിന്റെ മകള് സുധയും അവളുടെ കൂട്ടുകാരി മഞ്ജുവും കോളേജ് കഴിഞ്ഞിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ അവര് രണ്ടുപേർക്കും ഒരു പ്രൊട്ടക്ഷനായിട്ട് പിന്നാലെ നമ്മുടെ സുധയുടെ അച്ഛൻ ബാലരാജ് ഒരു സൈക്കിൾ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം എത്തിയപ്പോ മഞ്ജു അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് പോയി. അപ്പോ സുധയുടെ പിന്നാലെ അച്ഛൻ വരുന്നുണ്ട്. അപ്പോ അവള് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ, എന്താ ഞങ്ങളുടെ പിന്നാലെ തന്നെ? എന്താ അച്ഛന്റെ മോളെ തീരെ വിശ്വാസമില്ലേ? കുറച്ചു നേരമായിട്ട് പതിവില്ലാതെ ഞങ്ങളുടെ പിന്നാലെ അച്ഛനുണ്ടല്ലോ. അയ്യേ, അങ്ങനെ വിശ്വാസക്കുറവുണ്ടൊന്നുമില്ല, ഒരു സേഫ്റ്റിക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവരുടെ ഓപ്പോസിറ്റ് ബൈക്കില് നമ്മുടെ ദിവാകർ വരുന്നത്. അങ്ങനെ ബാലയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് രണ്ടുപേരും ചെറുതായിട്ട് ഒന്ന് മദ്യപിക്കാനാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലരാജിലെ അങ്ങേരുടെ ഉള്ളിലുള്ള ചില സങ്കടങ്ങൾ പറയുന്നത്. അതായത് ആ നാട്ടിലെ ഇപ്പത്തെ ഗ്രാമത്തലവനില്ലേ അയാള് ബാലരാജിനോട് എന്തോ ഒരു റിവെഞ്ച് കാണിക്കുന്ന പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ഇതൊന്നും ഒരിക്കലും ശരിയാവില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ദേവരാജ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് എന്ത് പറയാനാ, എന്റെ അമ്മയും അച്ഛനും തമ്മിൽ ചെറിയ പിണക്കം വന്നിട്ട് അവസാനം അമ്മ ഇപ്പത്തെ ഗ്രാമത്തലവന്റെ അച്ഛന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് ഇപ്പത്തെ ഗ്രാമത്തലവൻ മഹേഷ് അവൻ ജനിക്കുന്നത്. അതായത് മഹേഷ് ശരിക്കും ബാലയുടെ ഒരു അനിയനാന്ന് പറയാം. അപ്പോൾ ബാലരാജിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കയ്യിലാക്കാനായിട്ട് കുറച്ചധികം നാളായിട്ട്
ഗ്രാമത്തലവൻ മഹേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെയോ അച്ഛന്റെ കാര്യം ഓർക്കാതെ അമ്മ ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ ആ അമ്മയുടെ സ്വത്ത് ചോദിച്ചിട്ട് മകനാന്ന് പറഞ്ഞ് അവൻ വരേണ്ട കാര്യം എന്താ? അപ്പൊ ദിവാകർ, ഏട്ടാ നിങ്ങൾ ആ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് തീർത്തേക്ക്. മഹേഷ്, അവന് കുറേയധികം പിടിപാടും അധികാരമൊക്കെ ഉള്ളതല്ലേ. എന്നാലും ബാലരാജ്, അതെങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റുക? അവന് സ്വത്തില്ലാത്തൊരു തന്നെയല്ലോ. അതെന്റെ ഒരാവശ്യമില്ല. എന്തായാലും വരുന്നിടത്ത് നോക്കുക തന്നെ. അപ്പോഴാണ് ആ ഗ്രാമത്തിലെ ചില ആളുകളിലെ ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. എന്നിട്ട് ബാലരാജിന്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ ബാലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മമാരുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദിവാകരാണെങ്കിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാൽ അപ്പോഴാണ് അതിനുള്ളിൽ അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ വരുന്നത്. എന്താടാ രാത്രി കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക? നിനക്കൊന്നും വീട്ടിൽ സ്ഥലമില്ലല്ലേ? അങ്ങനെ ബാലരാജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. കാരണം നമ്മുടെ SI ഇല്ലേ, അങ്ങേരി നാട്ടിൽ വന്നത് മുതൽ തന്നെ ഗ്രാമത്തലവൻ മഹേഷിന് വേണ്ടിയിട്ടാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും അവന്റെ കൂടെയാണ് നിൽക്കുന്നതും. അപ്പോൾ മഹേഷിന്റെ എതിരാളിയാണല്ലോ നമ്മുടെ ബാലരാജ്. അപ്പൊ എന്താ പ്രശ്നം നോക്കാതെ മഹേഷിനെ തൃപ്തിപ്പെടുത്താൻ അവസരം യൂസ് ചെയ്തതാണ്. അങ്ങനെ ദിവാകർ പറയുന്നുണ്ട്, ഇതിൽ നിന്നൊരു കാര്യം ഉറപ്പല്ലേ, ആ ഒരു SI ഇല്ലേ അങ്ങേര് തന്നെയാണ് മഞ്ജുവിന്റെ കൊലപാതക കേസ് ബാലരാജിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത്. ഇതൊരു ഫ്രെയിം ചെയ്ത കേസാ, അല്ലാതെ ബാല അങ്ങേര് ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്ന ഒരാളല്ല. അപ്പോ അജ്ഞാതൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലരാജ് നിന്റെ ഒരു അകന്ന ബന്ധുവല്ലേ, ഇനിയിപ്പോ അതുകൊണ്ടാണോ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോ ദിവാകർ, അല്ല സാറേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അല്ല നിങ്ങൾ ആരാ? ബാല എന്റെ ഒരു കുടുംബമാണെന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ അജ്ഞാതൻ പറയുന്നുണ്ട്, ആ ഒരു കാര്യമൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ, ബാക്കി ഞാൻ ആരാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും. അങ്ങനെ ദിവാകർ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അജ്ഞാതനില്ലേ അവന്റെ ആ ഒരു മുഖം മൂടി റിവീൽ ചെയ്യുന്നത്. അതായത് ഇവന്റെ പേരാണ് വിവേക്. അത് മാത്രമല്ല, വിവേക് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ ഒരു ഓഫീസറാണ്. എന്തിനായിരിക്കും ഈ ഒരു കേസ് വിവേക് ഏറ്റെടുത്തിട്ടുണ്ടാവുക? ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വിവേക് സത്യസന്ധനായിട്ടുള്ള കർക്കശക്കാരനായിട്ടുള്ള ഒരു ഓഫീസറാണ്. അതായത് പണോ പവറോ ഒന്നിനും വിവേക് വഴിപ്പെട്ട് കൊടുക്കാറില്ല. അങ്ങനെ തന്റെ ഓഫീസിലെ ജോലിക്കിടയിലാണ് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ തന്റെ അച്ഛന്റെ നമ്പറിൽ നിന്നാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് വിളിച്ചതാണ്. അതായത് അച്ഛന് എന്തോ അസുഖം കൂടിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ തന്റെ വീട്ടിലേക്ക് പോവാണ്. അതായത് നമ്മുടെ വിവേകിന്റെ അച്ഛൻ ആരാന്ന് വെച്ചാല് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ സത്യനാഥ് എന്ന ഒരു ജഡ്ജ്, അതേ ജഡ്ജ് തന്നെയാണ്. അതായത് വിവേകിന്റെ അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചധികം മോശമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും അച്ഛന് എന്ത് അപകടവും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും അച്ഛന്റെ കൂടെ നിന്നിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. അച്ഛന്റെ അവസ്ഥ കാണുമ്പോൾ വിവേകിന് വല്ലാതെ സങ്കടമാകുന്നുണ്ട്. എന്നാൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ രാത്രി അച്ഛൻ കിടക്കാൻ പോകുന്നതിന് മുൻപ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന്റെ റൂമിലായിട്ട് ടേബിളിൽ ഒരു ഫയൽ കാണുന്നത്. എന്നാൽ അച്ഛന്റെ എല്ലാ ഫയലുകളും മറ്റൊരു ഓഫീസ് റൂമിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ വിവേക്, അല്ല അച്ഛാ, എന്താ ഈ ബാലരാജന്റെ ഫയല് മാത്രം ഈ ഒരു റൂമിൽ എടുത്തു വെച്ചിട്ടുള്ളത്? അപ്പൊ അച്ഛനില്ലേ ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാന്റെ കഥ പറയാണ്. അതായത് ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്, അവന്റെ അവസാനത്തെ മാച്ചാണ്. അപ്പോൾ ഒരു 4 റൺസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവന് നല്ലൊരു സ്കോർ, അതുപോലെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ പറ്റും. കോൺഫിഡന്റോടുകൂടി ആ ഒരു മാച്ചിന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ബോളിൽ തന്നെ ആ ഒരു ബാറ്റ്സ്മാൻ ഡക്കൗട്ട് ആയിപ്പോയി. ഇതിപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എന്റെ കരിയറിലും ഞാൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എന്നാൽ എന്റെ അവസാനത്തെ കേസ് ബാലരാജിന്റേതായിരുന്നു. ഈ ഒരു കേസിൽ ഞാനെടുത്ത തീരുമാനം അത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ എനിക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ വിധി പ്രഖ്യാപിച്ചത്. എന്നാൽ എവിടെയൊക്കെയോ എനിക്കൊരു സംശയം തോന്നുന്നതുകൊണ്ട് റിട്ടയർഡ് ആയ ശേഷം ഞാൻ ആ ഒരു കേസ് ഒന്നുകൂടി പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയതായിട്ടും ബാലരാജ് അവനൊരു ഇന്നസെന്റ് ആണെന്നും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു എവിഡൻസും ഫയലൊക്കെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്കത് പറ്റുമോന്നറിയില്ല. അപ്പോൾ വിവേക്, അച്ഛൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛന് വേണ്ടിയിട്ട് ബാലരാജിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാനില്ലേ. അപ്പൊ അച്ഛൻ എന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെ അന്ന് രാത്രി അച്ഛൻ ഉറങ്ങാൻ കിടക്കാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അച്ഛൻ കണ്ണു തുറന്നില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. വിവേകിന് ആകെ അവന്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ ആ സങ്കടമൊന്നും സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ അവസാനം അച്ഛൻ തന്നോട് ഒരാഗ്രഹമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ആഗ്രഹം നിറവേറ്റിയാലേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു കേസ് തന്റെ സ്വന്തം റിസ്കിൽ ഏറ്റെടുത്ത് അന്വേഷിച്ച് നിരപരാധിയായിട്ട് ജയിലിലകപ്പെട്ട ബാലരാജനെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി വിവേകിന്റെ അച്ഛനാണെങ്കിൽ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കുറെ എവിഡൻസ് മുൻപ് തന്നെ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിലുള്ള പല ആളുകളോടും നമ്മുടെ വിവേകില്ലേ വീണ്ടും ഒന്നുകൂടി തനിക്കൊരു ഉറപ്പ് കിട്ടാനായിട്ട് അന്വേഷണം നോക്കുകയാണ്. എന്നാൽ ആരോടാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിക്കുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ വിവേകിന്റെ കൂടെയുള്ള ജാൻവി അവൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. അതായത് വിവേകിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പോൾ വിവേകിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാനായിട്ട്
ജാനവിയും വിവേകിന്റെ കൂടെ ഒരു ഹെൽപ്പിന് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവസാനം അവര് ബാലരാജിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ഒരു നാട്ടിലെ പല ആളുകളോടും മഞ്ജുവിന്റെ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. അങ്ങനെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത ശേഷം നേരെ വരുന്നത് ബാലരാജിനെ കാണാനായിട്ട് ജയിലിലേക്കാണ്. അതായത് നമ്മുടെ വിവേകിന് പരിചയമുള്ളൊരു പോലീസ് ഓഫീസർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽപ്പോടുകൂടിയാണ് ബാലയോട് സംസാരിക്കുന്നത്. അപ്പോൾ ബാലയോട് മഞ്ജുവിന്റെ കൊലപാതകം നിങ്ങളല്ല ചെയ്തേ. എന്നാലും ബാല ഞാനല്ല സാറേ ആ കൊലപാതകം ചെയ്തേ. നിങ്ങൾക്ക് ശിക്ഷ വിധിച്ച ജഡ്ജില്ലേ അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ. അന്നുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അച്ഛൻ ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നാൽ അവസാനമായിട്ട് അച്ഛനോട് പറഞ്ഞൊരു വാക്ക് നിങ്ങളെ രക്ഷിക്കാനാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ എവിഡൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, ഉറപ്പായിട്ടും നിയമം നിങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെ അടുത്ത സീനില് പ്രസന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് വിവേകിലെ ഇവരെ 6 പേരെയും ആ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ദിവാകരനോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വിവേക് പറയുന്നുണ്ട്. നിന്റെ അമ്മാവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ള 6 പേരെ കൂടി നമ്മുടെ വിവേകിന്റെ അരിയിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോടും എന്താണ് നമ്മുടെ വിവേകിന്റെ ഉദ്ദേശം ആ കാര്യം പറയുന്നുണ്ട്. ആ ഒരു ബാല ഒരു നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. എന്നാൽ അങ്ങേര് ജയിലാവാന് നിങ്ങളിൽ ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സത്യങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കേണ്ടി വന്നത്. എന്നാൽ ഫിസിക്കലി നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. എന്നാൽ മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. അപ്പോഴാണ് വക്കീൽ ചോദിക്കുന്നത് നമുക്കുണ്ടായ മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ ചെറിയ മുറിവുകളൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് ഒരാളുടെ ജീവൻ നിങ്ങൾ എടുത്തില്ലേ. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് അവൻ പറഞ്ഞ് ശരിയല്ലേ, ഒരാളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താന് നിങ്ങൾക്ക് എന്ത് അധികാരമല്ലേ. എന്നാലും വിവേക് അതിന് നിങ്ങൾ കരുതും പോലെ ഞാൻ ആരും കൊന്നിട്ടില്ലല്ലോ. അപ്പോഴാണ് വിവേകിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരുത്തൻ അവന്റെ മുഖംമൂടി അടിക്കുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നേരത്തെ ഇവരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയ അമർ തന്നെയാണ്. അതായത് ഇവരെ ഒന്ന് ഭയപ്പെടുത്തി സത്യം പുറത്തുകൊണ്ടുവരാനുള്ള ഒരു ഡ്രാമ മാത്രമായിരുന്നു. അമർ അവൻ വേറെ ആരുമല്ല, നമ്മുടെ വിവേകിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ വിവേക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയല്ലേ. അപ്പൊ അവരും പിന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി ചോദിക്കുമ്പോൾ നമ്മൾ നുണ പറയേണ്ട കാര്യം എന്താ, എല്ലാം സത്യം തന്നെയാ. ആഹാ സത്യം തന്നെയല്ലേ, നമുക്ക് നോക്കിക്കളയാം. അങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടറെ സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ ഏകദേശം എത്ര ടൈം വേണ്ടി വരും. അതൊരു 2 മണിക്കൂറിന് മേലെ വേണ്ടി വരും. പിന്നെ കേസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പൊ അത്രയും ടൈം ആവും അല്ലേ. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച സമയത്ത് മഞ്ജുവിന്റെ പോസ്റ്റ്മോർട്ടം നിങ്ങൾ നടത്തിയത് വെറും 1/2 മണിക്കൂറിനുള്ളിലാണ്. നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നില്ലേ, സാക്ഷി അടക്കമുണ്ട്. അതെങ്ങനെയാ ഡോക്ടർ പോസിബിൾ ആവുക. എന്നാൽ അപ്പൊ ഡോക്ടറിന് മറുത്തെന്താ പറയുന്നത് അറിയുന്നില്ല. ചില കേസുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ചില കേസിന് ടൈം എടുക്കും. അതായത് ഡോക്ടർ വിട്ടു പറയാതെ എന്തോ പപ്പ അടിക്കുമ്പോൾ നമ്മുടെ ജാൻവി പതിയെ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഡോക്ടറില്ലേ ആരാന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഡോക്ടറിന്റെ മകള് ദിയയാണ് വന്നിട്ടുള്ളത്. അല്ല മോളെ നീ എന്താ ഇവിടെ. അപ്പൊ ദിയ ചോദിക്കുന്നുണ്ട് അല്ല അച്ഛാ സത്യം പറ, മഞ്ജുവിന്റെ പോസ്റ്റ്മോർട്ടം അച്ഛൻ ശരിക്ക് ശ്രദ്ധിച്ചല്ല ചെയ്തേ, എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടോ. അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഡോക്ടറില്ലേ മഞ്ജുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലരാജ് നമ്മുടെ മഞ്ജുവിനെ അബ്യൂസ് ചെയ്തിട്ട് കൊലപ്പെടുത്തിയതാണെന്ന്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് നമ്മുടെ ഡോക്ടറിന്റെ മൈൻഡിലൂടെ ആ ഒരു വിഷ്വലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ശരിക്കും പോസ്റ്റ്മോർട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു കാര്യം മകളോട് പറയുമ്പോൾ ദിയ പറയുന്നുണ്ട് അച്ഛാ സത്യം അതല്ലല്ലോ, എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യം മഞ്ജുവിനെ കണ്ടപ്പോൾ അച്ഛൻ ഓർത്തു പോയതല്ലേ. അതായത് ശരിക്കും സംഭവിച്ചത് അത് തന്നെയാണ്. അതായത് മഞ്ജുവിനെ ഏതോ ഒരു സ്ട്രേഞ്ചർ കുറച്ച് നാൾ മുൻപ് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജുവിന്റെ ബോഡി തന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഡോക്ടർ തന്റെ മകളെ അതായത് ദിയാണ് അവള് കണ്ടത്. അപ്പോൾ ശരിക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഒരു അസംഷനില്ലേ നമ്മുടെ ഡോക്ടർ ഏകദേശം അങ്ങ് എഴുതിയതാണ്. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറ്റിയില്ലാന്ന് തന്റെ മകളോട് സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നു പോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മോള് പറയുന്നുണ്ട് സാരലച്ച സംഭവിച്ചു, ഇപ്പോഴെങ്കിലും ആ ഒരു തെറ്റ് ശരിയാക്കാൻ നോക്ക്. അങ്ങനെ മോളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ നേരെ വിവേകിന്റെ ആ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 1/2 മണിക്കൂർ കൊണ്ട് അന്ന് ആ പോസ്റ്റ്മോർട്ടം നടക്കാൻ കാരണം ആ ഒരു പോസ്റ്റ്മോർട്ടം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വേറെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മഞ്ജുവിന്റെ ശരീരത്തിൽ നിന്ന് ബാലരാജിന്റെ സെമം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട് കൺഫേം ചെയ്തതാണ്. എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു സെമനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയലെന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാനുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അല്ല ലക്ഷ്മി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ. അപ്പോൾ അവനാണെങ്കിൽ നമ്മുടെ SI ഒന്ന് നോക്കിയിട്ട് അതെ സാറേ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അപ്പോഴാണ് അവന്റെ അരികിലേക്ക് ജാനുവി
ദേവി വന്നിട്ട് ഒരു ബോൾ കാണിച്ചു ചോദിക്കുന്നത്, അല്ല ലക്ഷ്മി ഇതിന്റെ കളർ എന്താ, ഇതിപ്പോ എന്താ ബ്ലാക്ക് കളർ, എന്നാൽ അതൊരു റെഡ് കളർ അല്ലേ. അപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ലക്ഷ്മിക്ക് കണ്ണിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വിവേക്, നിനക്ക് ഐറ്റംസ് കറക്റ്റ് കളർ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണോ നീ മഞ്ജുവിനെയും ബാലയും ഒന്നിച്ച് കണ്ടെന്ന് പറഞ്ഞ, നീ വെറുതെ തള്ളിയതല്ലേ. എനിക്ക് ഐറ്റംസിന്റെ കളർ മനസ്സിലാക്കാൻ പറ്റില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അല്ലാതെ എനിക്ക് സാധനങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ കാണാം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അന്ന് സംഭവിച്ചത് അതായിരുന്നില്ല, ഞാൻ കുറച്ച് മാറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോഴാണ് അന്ന് ശരിക്ക് ലക്ഷ്മി എന്താ കണ്ടതെന്ന് നമ്മൾ കാണുന്നത്. അതായത് ലക്ഷ്മിയില്ലേ വയലിന്റെ അരികിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജുവും അവളുടെ ഒരു ലവറാന്ന് തോന്നിട്ട് അവനുമായിട്ട് ഒന്നിച്ച് വയലിൽ കിടന്ന് റൊമാൻസിലായിരുന്നു. ആ ഒരു കാഴ്ച ലക്ഷ്മി കണ്ടപ്പോൾ അവിടുന്ന് വേഗം തന്നെ ഓടിപ്പോയത് നമ്മുടെ ഗ്രാമത്തലവനെ കാണാനാണ്. എന്നിട്ട് അവൻ കണ്ട കാര്യം മഞ്ജുവും അതുപോലെ അവന്റെ ബോയ് ഫ്രണ്ടും വയലിൽ റൊമാൻസിലെന്നൊക്കെ പറയുമ്പോൾ അതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ SI വരുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി, നീ ഇപ്പൊ കണ്ട കാഴ്ചയില്ലേ, അവിടെ മഞ്ജുവിന്റെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ടിനെ അല്ല നീ കണ്ടത്, മറിച്ച് അവളുടെ കൂടെ ബാലരാജായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നീ ഒന്ന് മാറ്റി പറയണം. അല്ല സാറേ, ഞാനിതിനെ മാറ്റി പറയുന്നേ. അപ്പൊ SI, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പോൾ ഗ്രാമത്തലവനില്ലേ മഹേഷ് അങ്ങേരും പറയുന്നുണ്ട്, പറഞ്ഞു കൊടുത്തേക്ക്, എന്തിനു വെറുതെ റിസ്ക് എടുക്കുന്നേ. അതായത് ഗ്രാമത്തലവനും ബാലരാജിനെ എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ ഒന്ന് മോശക്കാരായിട്ട് കാണിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പോലീസുകാരനും അങ്ങേരും ചേർന്നിട്ട് ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. എന്നാൽ ജീവല് ഭയന്നിട്ട് ലക്ഷ്മി അത് സമ്മതിക്കുകയും ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടില്ലേ, അതായത് അന്ന് മഞ്ജു മരണപ്പെട്ട സമയത്ത് അവളുടെ കൂടെ ബാലയെ ഉണ്ടായിരുന്നില്ല, മറിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബോയ് ഫ്രണ്ട് എന്തുകൊണ്ട് ചിലപ്പോ അവളെ കൊലപ്പെടുത്തിക്കൂടാ. അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആരാന്ന് നോക്കുമ്പോൾ അവന്റെ പേര് മനോഹർ എന്നാണ്. അപ്പോഴാണ് ശാന്തി പറയുന്നത്, അവൻ എന്റെ ഫ്രണ്ടാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിക്ക്. അങ്ങനെ ശാന്തിയും അവനെ ഫോൺ ചെയ്തിട്ട് മഞ്ജുവിന്റെ മരണത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ശാന്തി പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് മനു വരികയാണ്. നമ്മുടെ ഹീറോയുടെ ടീമിലെ അവനെയും ഹീറോയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ തനിക്ക് പരിചയമുള്ള നാട്ടിലെ എല്ലാ ആളുകളെയും അവിടെ കണ്ടപ്പോ എന്താ എല്ലാരും ഇവിടെ എന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഹീറോ, അല്ലടാ എന്തിനാടാ മഞ്ജുവിനെ നീ കൊലപ്പെടുത്തിയ. അല്ല സാറേ, സാറെന്താ പറയുന്നേ, ഞാൻ എന്തിനാ അവളെ കൊലപ്പെടുത്തുന്നത്, അവളെ ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചതാണ്, അവളെ നോവിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് എന്താ സംഭവിച്ചേ. അപ്പോ അവൻ നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് അന്നൊരിക്കൽ മഞ്ജുവും സുധയും കൂടി ഒന്നിച്ച് നടന്നു വന്നപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് സുധ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വേറെ വഴി പോയിരുന്നില്ലേ. എന്നാൽ ശരിക്ക് പോയിരുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ മനോഹർ അവൾക്ക് കൈ കാണിച്ചിട്ട് അവളെ വിളിച്ചതാണ്. അങ്ങനെ അവനെ കാണാനാണ് അന്ന് സുധ പോയിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ട് അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് സുധയും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അവൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവളോടും എല്ലാ കാര്യം അവർ തുറന്നു പറയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വയലിൽ വെച്ചിട്ട് നമ്മുടെ മഞ്ജുവും മനോഹറും ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതും ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ലക്ഷ്മി കണ്ടിട്ട് നമ്മുടെ ഗ്രാമത്തലന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തതും. എന്നാൽ അന്ന് മഞ്ജുവിനും മനോഹറിനും അവരെ ആരോ കണ്ടിരുന്നെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അത് ആരായിരുന്നു എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയാ സാറേ മഞ്ജു അവള് മരണപ്പെടുന്നത്. അപ്പൊ ഹീറോ, അല്ല അവള് നിന്റെ കൂടെ ആയിരുന്നില്ലേ, പിന്നെ എങ്ങനെ അത് സംഭവിക്കുക. അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിലേ ഒരിക്കലും അവൾക്കത് സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അതിനിടയിൽ എന്റെ അമ്മയ്ക്ക് വയ്യാതായിട്ട് വിളിച്ചപ്പോ അമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാ. മഞ്ജു അവളുടെ വീട്ടിലേക്ക് പോയിക്കോളെന്ന് പറഞ്ഞതാ. എന്നാൽ അന്ന് തന്നെ എന്റെ അമ്മ എനിക്ക് നഷ്ടമായി, അതുപോലെ മഞ്ജു അവൾ എന്നെ വിട്ടുപോയി. അങ്ങനെ അവന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് ഒന്ന് കണ്ടുപിടിക്കണല്ലോ. അപ്പൊ അവൻ പറഞ്ഞ ദിവസം അവന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണല്ലോ. അപ്പോൾ ഡോക്ടറോട് ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കാൻ പറയാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ അവന്റെ അമ്മയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് 100% കറക്റ്റ് ആണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അമ്മ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ഹീറോയ്ക്ക് മനോഹറിന് മേലെ നല്ല സംശയമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മഞ്ജു മരണപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ മനോഹർ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതും വേറെ ആരുമല്ല, നമ്മുടെ മഞ്ജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന സുധയെ തന്നെ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ പെട്ടെന്ന് സുധയെ കല്യാണം കഴിച്ചെന്താ. അപ്പോൾ അവൻ അതിന്റെ റീസൺ പറയാണ്. അതായത് എന്റെ അമ്മയും മഞ്ജുവും എന്നെ വിട്ടുപോയ ശേഷം പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റക്കായിരുന്നില്ല. അവരുടെ രണ്ടുപേരുടെ വിയോഗം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അധികമായിരുന്നു. അങ്ങനെ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഭക്ഷണമായിട്ട് സുധ അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. സുധ അവളെ അന്യൊന്നുമല്ലല്ലോ, മഞ്ജുവും അവളെ ഫ്രണ്ടായിരുന്നു, അതുപോലെ അവൾ എന്റെയും ഫ്രണ്ട് ആയിരുന്നില്ലേ. അങ്ങനെ പലപ്പോഴായിട്ട് അവള് ഭക്ഷണം കൊണ്ട് വരുന്നത് ആ ഗ്രാമത്തിലെ പല ആളുകളും കാണാൻ തുടങ്ങിയപ്പോൾ പ്രായപൂർത്തിയായ ഒരു പയ്യന്റെ അടുത്തേക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വരുന്നത് വളരെ മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടാന്നൊക്കെ ജനങ്ങള് അവരെ വാണിജ്യാണ്. അവര് കടിച്ചു കയറുമ്പോൾ നമ്മുടെ സുധ പറയുന്നുണ്ട്, നമ്മള് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. എന്നാൽ ആ ഗ്രാമത്തിലെ ജനങ്ങള് അവര് പറയുന്നത് കേട്ടില്ല. അങ്ങനെ മോശമായിട്ട് അവരെ പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോകണം. അങ്ങനെ ആ ഒരു നാട്ടില് രണ്ടുപേരുടെയും ഇമേജ് മോശമായില്ലേ. അപ്പോൾ സുധ ചോദിക്കുന്നുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോകാതിരിക്കാന് നമുക്ക് കല്യാണം കഴിച്ചൂടെ, ഈ ജനങ്ങളുടെ വായ മൂടിക്കെട്ടാന് എത്ര നാള് നമുക്ക് പറ്റും. എന്നാൽ മനോഹർ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ സുധ ദേഷ്യത്തിലവിടുന്ന് പോകാൻ നോക്കുമ്പോൾ താൻ കാരണം ഒരു കുട്ടിയുടെ ജീവിതം നശിക്കണ്ടല്ലോ. അങ്ങനെ അവനും കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അവള് നല്ല ഉദ്ദേശത്തോടെ എനിക്ക് ഭക്ഷണം തരാനും എന്റെ സങ്കടത്തിൽ കൂടെ നിൽക്കാനാണ് വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ നമ്മളെ വേറൊരു രീതിയിലാണ് കണ്ടേ. അങ്ങനെ ഞാൻ കാരണം അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഭയമായപ്പോൾ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുത്തതാണ്.
അപ്പോൾ നമ്മുടെ ഹീറോയിലെ അടുത്തതായിട്ട് ചാന്ദിയോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്കും ബാലയ്ക്കും എന്തോ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ലേ? പലപ്പോഴും നീ ആളോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ശാന്തി, എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രശ്നവുമില്ല, അതിന്റെ ആവശ്യം എന്താ? അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, അവൻ പറയുന്നത് നുണയാ സാറേ, എനിക്കറിയാം ചാന്ദിക്ക് ബാലയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമ്മൾ കാണുകയാണ്. അതായത് ചാന്തി ആണെങ്കിൽ കുടുംബത്തിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന പൈസയൊക്കെ അവൻ ഈ ചീട്ട് കളിച്ച് ചൂതാട്ടം കളിച്ച് നശിപ്പിക്കാറാണ്. അപ്പോൾ പലപ്പോഴും ആ കാഴ്ച കണ്ടപ്പോ ലക്ഷ്മി അവൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് നിന്റെ കാര്യം ഫാമിലിയുടെ കാര്യമൊക്കെ നോക്കിക്കൂടെ? വെറുതെ പല സ്ഥലത്തുനിന്നും കടം വാങ്ങിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കടക്കാരനാണോ? എന്നാൽ അവൻ കേട്ടിട്ടില്ല. എന്നാൽ ചാന്തി ആണെങ്കിൽ ഗ്രാമത്തിലെ ഒരാളെടുത്ത് നിന്ന് കുറേയധികം പൈസ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ വെറുതെ വിടുവോ? ആ പൈസ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അവനെ പിടിക്കാൻ ഓടിയപ്പോൾ ചാന്തി നേരെ ഓടിപ്പോയിട്ട് നമ്മുടെ ബാലയുടെ പിന്നിൽ ഒളിക്കുകയാണ്. അപ്പൊ ബാല, അല്ലേട്ടാ എന്തിനാ ഇപ്പോ അവനെ പിടിക്കാൻ നോക്കുന്നേ? ബാല, നിനക്കറിയില്ല അവന് ഞാൻ എത്രത്തോളം പൈസ കൊടുത്തെന്ന്. അതിൽ ഒരു രൂപ പോലും അവൻ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. എന്നെ കുറെ നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എന്റെ മേൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ അവനെ പൈസ തന്നോളൂ. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ വൈകാതെ തന്നെ വേഗം കൊടുത്ത് വീട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടാവില്ല, ഞാൻ തന്നെ അയാൾക്ക് നിന്നെ പിടിച്ചു കൊടുക്കും. അപ്പൊ ചാന്തിയും ആയിക്കോട്ടെ ഏട്ടാ, ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഹീറോ, ആഹാ, അപ്പൊ അത് പറ, ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടല്ലേ അന്ന് മഞ്ജുവിനെ കൊലപ്പെടുത്തിയിട്ട് ബാലരാജ് പോകുന്നത് കണ്ടുവന്ന് നീ സാക്ഷി പറഞ്ഞേ? അപ്പോ ചാന്തി മറുത്തൊന്നും പറയാൻ പറ്റാതെ തരിച്ച് നമ്മുടെ SI ഇല്ലേ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവസാനം അവൻ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ അന്ന് ബാലചേട്ടൻ എന്നെ രക്ഷിക്കാനല്ലേ നോക്കിയേ, അങ്ങനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എന്നാൽ പോലീസ് SI ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ അന്ന് അങ്ങനെ കള്ളസാക്ഷി പറഞ്ഞേ. അപ്പൊ SI കാലിപ്പിൽ പറയുന്നുണ്ട്, നീ എന്താടാ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ? വെറുതെ തള്ളല്ലേ. അപ്പൊ ശാന്തി, ഇതുവരെ ഞാൻ പലതും നുണ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ചെയ്തേ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഹീറോ, ആഹാ അങ്ങനെയാണെങ്കിലേ എന്താ ആ സത്യം, അതങ്ങ് പറ. അപ്പോൾ ശരിക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? ആ ഒരു റിയൽ ഫ്ലാഷ് ബാക്ക് അവൻ പറയാണ്. അതായത് അന്ന് ശാന്തി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ബാത്റൂം പോകാൻ വിട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതായിരുന്നില്ലേ? അപ്പൊ അതിനിടയിലാണ് മഞ്ജുവിന്റെ ബോഡി കണ്ടതും പോലീസിനെ, അതായത് നമ്മുടെ SI വിളിച്ച് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ SI ഉണ്ടായിരുന്നത് ആ നാട്ടിലെ ഗ്രാമത്തലവന്റെ കൂടെയായിരുന്നു. ആഹാ, നിനക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയ സമയം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും നിനക്ക് ആ ബാലയുടെ ഒരു ശല്യം ഉണ്ടാവില്ല. അവന്റെ പേരിലെ സ്ഥലമില്ലേ, അത് ഞാൻ നിന്റെ കയ്യിലേക്ക് തരാം. അങ്ങനെ ഇൻസ്പെക്ടർ മഞ്ജു കൊല്ലപ്പെട്ട ആ ഒരു ക്രൈംസിലേക്ക് വരികയാണ്. എന്നാൽ SI ഓൾറെഡി ബാലയെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല വന്നിട്ടുള്ളത്. അപ്പോൾ ചാന്തിയോട് പറയുന്നുണ്ട്, നീയില്ലേ മഞ്ജുവിനെ ബാലരാജ് കൊലപ്പെടുത്തിയിട്ട് ഇവിടെ ഓടിപ്പോകുന്നത് നേരിട്ട് കണ്ടുവന്ന് ഒന്ന് സാക്ഷി പറയണം. എന്നാൽ ചാന്തി ആണെങ്കിൽ, ഞാൻ കാണാത്തത് എന്തിനാ നുണ പറയുന്നേ? ഞാൻ പറയില്ല. അപ്പോൾ ഗ്രാമത്തലം പറയുന്നുണ്ട്, SI പറഞ്ഞ പോലെ പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് വലിയ വേറെ പ്രശ്നം വരും. അവസാനം അവന് വേറെ വഴിയില്ലാതെ അവര് പറഞ്ഞ പോലെ സമ്മതിച്ചതാണ്. അപ്പൊ SI, ഇവൻ പറഞ്ഞ പോലെ ഇവൻ കണ്ടിട്ടില്ല എന്ന് വെക്ക്, അന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ പറഞ്ഞെന്ന് വെച്ചോ. എന്നാൽ മഞ്ജുവിന്റെ ശരീരത്തിൽ നിന്ന് ബാലരാജന്റെ ശമം കിട്ടിയിട്ടില്ലേ? അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവിടുന്ന് ബാലരാജ് ഓടിപ്പോകുന്നത് ഒരാൾ കണ്ടിട്ടില്ലെങ്കിലും അവൾ ഉപദ്രവിച്ചതും അവളെ കൊലപ്പെടുത്തിയതും അയാൾ തന്നെയാണ്. നമ്മുടെ ഹീറോയ്ക്കും ആ ഒരു ഭാഗത്ത് തന്നെയാണ് സംശയമുള്ളത്. അപ്പോൾ ആ സംശയം തീർക്കാൻ ഓൾറെഡി നമ്മുടെ ബാലയോട് തന്നെ നേരിട്ട് ഹീറോ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ബാല, സാറേ സത്യമായിട്ട് അവളെ ഞാനൊരു മോളെ പോലെ തന്നെ കണ്ടേ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ സെമൻ എങ്ങനെയാ കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ അവളെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പോലീസ് എന്നെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ലേ? അങ്ങനെ ജയിലിട്ട സമയത്ത് എനിക്കൊരു ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മയങ്ങിപ്പോവുകയും ചെയ്തു. ഇനിയിപ്പോ ആ സമയത്ത് വല്ലതും സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഹീറോയ്ക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. അതായത് ഇതൊക്കെ SIയുടെ മാസ്റ്റർ പ്ലാനാണ്. ബാലെ ബോധം കെടുത്തിയിട്ട് ആ സമയത്താണ് സ്പേം എടുക്കുന്നതും അത് മഞ്ജുവിന്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും. എന്നാൽ അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഡോക്ടറോട് അതിന് പോസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങേരും അത് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ SIയുടെ ഏകദേശം എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞില്ലേ, ഇനി SIക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവസാനം അയാളും നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിക്കാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ പല ആളുകളും ഒരു നിരപരാധിയെ കൊടുക്കാൻ നോക്കിയിട്ടാണ് യഥാർത്ഥ കൊലയാളി അവൻ രക്ഷപ്പെട്ടതും ഒരു പാവം ശിക്ഷ അനുഭവിക്കുന്നതും. അതിനിടയിൽ നിങ്ങൾ പലരും അറിയാതെയാണെങ്കിലും കുറെ കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ആ ഒരു നിരപരാധിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ജാനുവിക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ ബാലാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ബാല പറയുന്നുണ്ട്, സാറേ ഇനി എന്നെ രക്ഷിക്കാനും നോക്കണ്ട, ഈ കേസ് വിട്ടേക്ക്. അല്ല, ഇതുവരെ ബാലക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു മനമാറ്റം? അല്ല ബാല, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ എന്തോ ഒരു കാര്യമില്ലേ ബാല പറയുന്നുണ്ട്, അതെന്താണെന്ന് നമ്മൾ കേൾക്കുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്തില്ലേ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട 6 ആളുകളും അവരുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ബാലയെ രക്ഷിക്കാന്ന് തീരുമാനിക്കുകയാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നം വന്നാലോ, ജയിലിലേക്ക് പോണ്ടി വന്നാലോ, എന്ത് വന്നാലും നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇല്ലേ ബാലയോട് സംസാരം കഴിഞ്ഞപ്പോൾ വല്ലാതെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ജാനുവി പറയുന്നുണ്ട്, അവരെല്ലാവരും അവരുടെ സാക്ഷിമൊഴി മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനുവിയുടെ മുഖത്ത് നല്ലൊരു സന്തോഷം
സന്തോഷമുണ്ട്, എന്നാൽ ഹീറോയ്ക്ക് ഒരു സന്തോഷവുമില്ല. അങ്ങനെ ഇപ്പോൾ അവർ 8 പേരുമില്ലേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതൊരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ വ്യക്തമായിട്ടുള്ള എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ നിരപരാധിയായ ബാലെ റിലീസ് ചെയ്യാൻ പറ്റുമല്ലോ. ചിലപ്പോൾ കള്ളസാക്ഷി പറഞ്ഞതിനും കേസ് കെട്ടിച്ചമച്ചതിനും ഇവർക്ക് ഓരോരുത്തർക്കും ചെറിയ ശിക്ഷകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരും അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ജാൻവി നമ്മൾ ആഗ്രഹിച്ച പോലെ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ജാൻവിയുടെ മുമ്പിൽ സന്തോഷമുള്ള പോലെ കാണിച്ചിട്ട് അവൾ പോയി കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് വീണ്ടും നിരാശയാണ്. ഹീറോ എന്തിനാണ് ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ബാല റിലീസ് ആവണ്ട ഏകദേശം ഡേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേരെ തന്റെ അച്ഛന്റെ കല്ലറയുടെ അരികിലേക്ക് പോയിട്ട് അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ബാലയെ ഞാൻ പുറത്തിറക്കി. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് യഥാർത്ഥ കുറ്റവാളിയെ എനിക്ക് ജയിലിലേക്ക് അയക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചേക്ക്. അല്ല അപ്പോ ബാലരാജ് അല്ല കൊലയാളിയെങ്കിൽ പിന്നെ ആരായിരിക്കും? അപ്പോഴാണ് അന്ന് ഫോൺ വിളിച്ചിട്ട് ബാല പറഞ്ഞിരുന്നില്ലേ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചാലും കുഴപ്പമില്ലാന്ന്. അപ്പൊ ഹീറോ ബാല എന്റെ അച്ഛനാണെങ്കിൽ ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ലാന്ന് അത്രയ്ക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവസാന കാലത്ത് വരെ അച്ഛൻ നിങ്ങളെ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഇപ്പം എന്താ നിങ്ങൾ വാക്ക് മാറ്റി പറയുന്നത്? നിങ്ങൾ ചെയ്യാത്ത കുറ്റം എന്തിനാ ഏക്കാൻ നിൽക്കുന്നത്? എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? എന്നാൽ അങ്ങേര് പറയാൻ മടിക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആരോടും ഒന്നും ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. അപ്പോഴാണ് ബാല ചില ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് ബാല ജയിലിലായിരുന്നില്ലേ ആ സമയത്ത് അവരുടെ മകള് സുധ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവള് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാണ്. അച്ഛ അന്ന് മഞ്ജു മരണപ്പെടുന്നതിന് മുൻപ് അവള് ഒറ്റക്ക് വയലിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ കാണാൻ പോയിരുന്നു. അതായത് സുധയിലെ വൺ സൈഡ് ആയിട്ട് നമ്മുടെ മനോഹരനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മനോഹറിന് മഞ്ജുവിനോടായിരുന്നില്ല പ്രണയുണ്ടായിരുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും പ്രണയിക്കുന്ന കണ്ടപ്പോൾ സുധയ്ക്ക് അത് സഹിക്കാനേ പറ്റിയില്ല. അങ്ങനെ അന്ന് രാത്രി മഞ്ജുവിനോട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി, എനിക്ക് മനോഹരനെ അവനെ മറക്കാൻ പറ്റില്ല. അപ്പൊ മഞ്ജു നീ എന്താ പറയുന്നേ? നിനക്കറിയുന്നല്ലേ നമ്മൾ രണ്ടുപേരും പ്രണയത്തിലാണ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ്. എന്നാലും സുധ അത് ശരിയാവില്ല മഞ്ജു, നീ എന്താ പറയുന്നേ? അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദാവാണ്. അവസാനം അതൊരു ചെറിയ അടിപിടിയിലെത്താണ്. അതിനിടയിലാണ് മഞ്ജു തെറിച്ച് താഴെ വീഴുന്നതും അവിടെ അരികിലായിട്ട് ഒരു അരിവാള് സുധയുടെ കയ്യിൽ കിട്ടുന്നതും. അപ്പോ ആ ഒരു ദേഷ്യത്തില് മറുത്തൊന്നും ചിന്തിക്കാതെ അവള് മഞ്ജുവിനെ വെട്ടിയതാണ്. മനഃപൂർവ്വം പക വീട്ടാനോ കൊല്ലണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, ആ ഒരു ദേഷ്യത്തില് അറിയാതെ പറ്റിപ്പോയതാണ്. അതായത് ഓവർ ആങ്കർ തന്നെയാണ് ഒരാളെ കൊലയാളിയാക്കുന്നത്. അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവിടുന്ന് വേഗം ആരെങ്കിലും കാണുന്നതിന് മുൻപ് അവൾ ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ മഞ്ജു മരണപ്പെട്ടു. അതിനുശേഷം മനോഹരന്റെ അമ്മയും മരണപ്പെട്ടില്ലേ. ഇനിയിപ്പോ തന്റെ ആഗ്രഹത്തിന് ആരും വിലങ്ങത്തടിയില്ലാന്ന് അവള് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് മനോഹരമായിട്ട് ഒരു കല്യാണത്തിന് തന്നെ അവൾ റെഡിയാവാണ്. എന്നാലും അവളുടെ ഉള്ളില് കുറ്റബോധമുണ്ട്. ഒരു ദേഷ്യത്തിന് തന്റെ കൂട്ടുകാരെ തന്നെ കൊലപ്പെടുത്തേണ്ടി വന്നല്ലോ. അതേ കേസിൽ തന്റെ അച്ഛനിപ്പോ ജയിലായില്ലേ, ഇതൊക്കെ താൻ കാരണല്ലേ. അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആ ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം കൺക്ലൂഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മകള് വന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ ഇനിയിപ്പോ നമ്മുടെ ബാലയ്ക്ക് ആകെ എന്താ ചെയ്യാൻ പറ്റുക? തന്റെ മകളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാന് നീ ഇപ്പോ തിടുക്കപ്പെട്ട് ഈ സത്യങ്ങള് ആരോടും പറയണ്ട. എന്തായാലും നീ ഇപ്പോ ഹാപ്പിയല്ലേ? ഞാനിനി ജയിലായാലും കുഴപ്പമൊന്നുമില്ല, ആരോടും ഈ സത്യങ്ങളൊന്നും നീ തുറന്നു പറയരുത്. അങ്ങനെ ഹീറോയോട് പറയുന്നുണ്ട്, സാറേ എന്റെ സിറ്റുവേഷൻ ഇതാണ്, എന്റെ മകളുടെ ജയിലാക്കിയിട്ട് എനിക്ക് പുറത്തു വരണ്ട, ദയവ് ചെയ്ത് പുറത്ത് ആരോടും പറയല്ലേ. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണല്ലോ, ബാല എന്തായാലും കുറ്റവാളിയല്ല. അപ്പോ തന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ, നിരപരാധിയെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അച്ഛന് വേണ്ടി ബാലയെ പുറത്തിറക്കിയതാണ്. അങ്ങനെ അച്ഛന്റെ കല്ലറയില് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഹീറോയുടെ തിരിച്ചു പോവാണ്. അതേ സമയത്ത് ബാല ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയും നാട്ടിലെ എല്ലാ ആളുകളും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ അപ്പോഴാണ് ബാല നോക്കുമ്പോൾ തന്റെ മോള് സുധ അവിടെ കാണുന്നില്ല. അല്ല എവിടെ എന്റെ മോളെവിടെ? അപ്പോഴാണ് മോളെ കാണാത്തവരെ എല്ലാവരും നോക്കുന്നത്. അവര് എല്ലാവരും അവളെ തേടി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ മനോഹറില്ലേ അവനും തന്റെ ഭാര്യ തേടി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് സുധയില്ലേ അവള് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് ആ ഒരു കുറ്റബോധം അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം അവളൊരു കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു കഥയായിരുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ വലിയ എക്സ്പെരിമെന്റ് ആയിട്ട് ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളൊരു നാട്ടുകാരാണ്, ഫ്രണ്ട്സും ആണ്. അപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ എന്താണ് പിന്നെ കുറിച്ച് സംസാരിച്ച് ഒരു ഇതാക്കാൻ പറ്റണം. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ നോക്കിയിട്ട് എന്താണ് അപ്ഡേറ്റ് അത് ഞാൻ പതിയെ പറയാം. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ, ഇതുപോലത്തെ കഥകൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഒന്ന് അറിയിക്കുക. ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.